നമ്മളപ്പോ എന്താ ചെയ്യാൻ പോണേ? നമ്മളൊന്ന് മത്തയുടെ ഇല കൊണ്ട് തോരൻ വെക്കാനാ പോണത്. തോരൻ? ആ, ഉപ്പേരിയല്ല? ഉപ്പേരിയല്ല. അപ്പൊ നമ്മള് കഴുകി കുറെ പ്രാവശ്യം കഴുകണം. അങ്ങനെ കഴുകി കൊണ്ടുവച്ച മത്തയിലാണത്. ആ, അപ്പൊ ഇതങ്ങനെ ഡയറക്റ്റ് അറിയാൻ പറ്റില്ല. ഇങ്ങനെ കണ്ട ഇവിടെ ഇങ്ങനെ ഓരോ തണ്ടുകൾ കൊണ്ട് കണ്ട. ആ, അപ്പൊ നമ്മള് മുന്നിങ്ങനെ ചീന്തെടുക്കുക, എന്നിട്ടൊന്ന് അരിയാനാണ്. ആ, ഇങ്ങനെ ചീന്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരിയാം. അല്ലെങ്കിൽ തണ്ട് കൂടിയത് പെടേണ്ട വെച്ചിട്ടാണ് കണ്ട. ആ തണ്ടുന്ന ഇല മാത്രമായിട്ട് വിട്ട് കിട്ടണം. ആ, എന്നിട്ടൊന്ന് അരിയാം നമ്മള്, ആ, ചെറുതാക്കിയിട്ട് അരിയാം. അപ്പൊ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്തിട്ടാ? അതിന് നാളികേരം, ഇത് എരിവില്ലാത്ത പച്ചമുളക്, അത് കാരണം കുറച്ച് കൂടുതൽ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, പിന്നെ കടുക് വറുക്കുക. അത് അപ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് കാണാം. ഓക്കെ. അമ്മേ കുറെ നേരമായല്ലോ അരിയാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞു കണ്ട. ഈ മത്തകളാണ് ഇതുപോലെ ഈ തണ്ടും വന്ന് മുന്നേ ഇതിങ്ങനെ ചീന്തിയിട്ടു, എന്നിട്ട് പിന്നെ അരിഞ്ഞു കണ്ട. നന്നെ ചെറുതായിട്ട് അരിഞ്ഞു. അല്ലെങ്കിൽ തണ്ട് കണ്ട, ഈ തണ്ടും കൂടിയും അരിപ്പെടും അരിയുമ്പോൾ. അപ്പൊ നമുക്ക് കടിക്കുമ്പോ ബുദ്ധിമുട്ടാവൂലേ? വേവില്ല, ചിലത് മൂത്ത് തണ്ട. ഇനി നമുക്കിത് വേവിക്കാനാണോ? പച്ചമുളക്, ഇത് മൂക്കാത്ത പച്ചമുളക്, കാരണം ഒരു 5-6 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി അതൊക്കെ അരിഞ്ഞു. അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അച്ചപ്പള വരിക? അച്ഛൻ 3 മണിയാവും. ഇന്നും നേരെ വൈകൂലേ? വെള്ളം വറ്റിയിട്ടില്ല. നമ്മൾ ഈ എന്താ പറയാ ഇരുമ്പിൻ്റെ ഇത് ഉപയോഗിക്കണാരനെ. പിന്നെ ഇത് 2 ദിവസം ഉപയോഗിച്ചില്ലെങ്കിൽ അപ്പോൾ കണ്ട ഇങ്ങനെ തുരുമ്പ് പോലെ പിടിക്കും. എണ്ണ ഇല്ലാണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ കഴുകാൻ വെച്ചിട്ട് കുറച്ച് നേരം കഴുകി വെച്ച് കുറച്ച് നേരം ആയപ്പോഴാണ് ഈ തുരുമ്പ് പിടിച്ചത്. തുരുമ്പെല്ലാം അങ്ങനെ ഒരു കണ്ട കളർ വന്നത്. ചീഞ്ഞിട്ട് ചൂടാവുന്നുള്ളൂ. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സാധാരണ ഉപ്പേരിയല്ലേ വെക്കാറ്? ആ, നമ്മളിങ്ങനെ ചീന്തി ഇട്ടിട്ട് ചക്കക്കുരു. അപ്പൊ ഈ ഇതിടോ തണ്ടൊന്നും ഇടില്ല? തണ്ടുമ്പോൾ ഇങ്ങനെ ചീന്തിടും. കണ്ടിങ്ങനെ ഇതിങ്ങനെ ഡയറക്റ്റ് ചീന്തി, പിന്നെ അത് അരിയില്ല. അങ്ങനെ പറ്റുള്ളൂ. ഇത് തോരനാകുമ്പോ ഇങ്ങനെ കട്ട കുത്തി എടുക്കും. അത് വലിയ ഇലകളല്ല, അപ്പൊ ചെറുതാക്കി അരിഞ്ഞത്. നമ്മളങ്ങനെ വെക്കാറ്, ചക്കക്കുരു ഇട്ടിട്ട് അല്ലെങ്കിൽ തന്നെ വെക്കാറ്. നിങ്ങള് ഞങ്ങളുടെ ഷോർട്സ് കാണാറുണ്ടോ? എന്നും ചക്കക്കുരു വീയല്ലേ? മുരിങ്ങയുടെ ഇല. നമുക്ക് ചക്കക്കുരു വേനൽക്കാലായ ചക്കക്കുരു, മുരിങ്ങയുടെ ഇല, ചക്കക്കുരു, മത്തയുടെ ഇല, ചക്കക്കുരു ചീര, ചക്കക്കുരു മുരിങ്ങക്കായ, പിന്നെ ചക്കക്കുരു മുരിങ്ങക്കായ മാങ്ങൂടി ചാറ് കറി, പിന്നെ മാമ്പഴ പുളിശ്ശേരി. വേനൽക്കാലം ഇതാണ് നമ്മുടെ കറികൾ. വർഷക്കാലായ രസം. തിളച്ചില്ലേ? അല്ല, ചൂടായില്ലേ? ചൂടാണ്. വർഷക്കാലമായില്ലേ രസം ഉണ്ടാക്കും. അപ്പോൾ മത്തയില ഉണ്ടാവും. പിന്നെ മുരിങ്ങയുടെ ഇല ഇപ്പോൾ കർക്കിടക മാസമായ കാരണം നമ്മൾ കൂട്ടണില്ല. ഇതൊക്കെ കടുക് ഇടാൻ പോവാണ്. മാമ്പഴ പുളിശ്ശേരിയാണ് മെയിനായിട്ട് വേനൽക്കാലം. വെള്ളരിക്ക് മാങ്ങയും ഇട്ടിട്ട്. ലക്ഷ്മിക്ക് ഇഷ്ടമില്ല. എനിക്ക് മാമ്പഴം ഇട്ടല്ല, സാധാ മോര് കറി ഇഷ്ടം. മാമ്പഴം ഇട്ട ഇഷ്ടമല്ല. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി പച്ചമുളക് ഇടാൻ പോവാണ് കേട്ടോ. ഇത്തിരി സ്ഫോടനുണ്ട്. നമ്മൾ ലാസ്റ്റ് അല്ലേ താളിയേരിടണേ? ഉപ്പിടാം. ഒരു നുള്ളു ഉപ്പിടാം അല്ലേ? ഉപ്പ് നമ്മൾ ലാസ്റ്റ് അല്ലേ നാളികേരം? ശർക്കരാകുമ്പോൾ നാളികേരം. ഇത് നന്നായി മൂക്കണം. നന്നായി മൂക്കണ്ട, ഒന്ന് വാടണം. എന്നാലും ഒന്ന് വാടണം. ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം വരെ. ഓക്കെ. നമ്മുടെ ഉള്ളി അതുപോലെ പച്ചമുളക് ആവശ്യത്തിന് വാടിയില്ലേ? ഇനി നമുക്ക് ഇലയിടല്ലേ? ഉപ്പിട്ടുണ്ട്. ഉള്ളി കാക്കുമ്പോൾ താളിക്കുമ്പോൾ ഉപ്പിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതാണ് ഈ ഇലകൾ വെച്ചാലുള്ള കുഴപ്പം.
ഇനി ഇത് നന്നായി ഒന്ന് വാങ്ങുന്നത് എത്ര മിനിറ്റ് എടുക്കും? ഇത് വേഗം തണ്ടൊന്നുമില്ല, ആ ഇല മാത്രമല്ല പെട്ടെന്ന്. ജീരക്കാകുമ്പോൾ തണ്ടില്ല ജീരക. അപ്പൊ ഇതൊന്ന് വാടിയിട്ട് കാണാല്ലേ? വെന്തൂല്ലേ? ഇനിയിപ്പോ നാളെ ഇടല്ലേ? ഇത് കുറച്ച് കാണാണ്ടല്ലേ? മറ്റേ ഇലകളൊക്കെ ആകുമ്പോ തീരെ ഉണ്ടാവില്ല. ഇതിപ്പോ ഇറക്കാറായ? അപ്പൊ നമുക്ക് ഇനി അച്ഛൻ വന്നിട്ട് ടേസ്റ്റ് നോക്കാം അല്ലേ? അപ്പഴല്ലേ നമ്മൾ ഫുഡ് കഴിക്കാറ്. അച്ഛൻ ജോലിക്ക് കൊടുക്ക വന്നിട്ടില്ല. അപ്പൊ അച്ഛൻ വന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കും ഉച്ചത്തെ 3 മണിക്കാവും. 3 മണിക്കാവുന്ന പറഞ്ഞ. അപ്പൊ നമുക്ക് അച്ഛൻ വന്നിട്ട് ടേസ്റ്റ് നോക്കാം അല്ലേ? അപ്പൊ നമ്മുടെ കറി ഇവിടെ റെഡിയായി. കറിയല്ല തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജോലി കഴിഞ്ഞ് എത്തിയിട്ടാ. ഞങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ടേസ്റ്റ് നോക്കി നമ്മുടെ മത്തയുടെ ഇല? എന്നാ നമ്മൾ പറഞ്ഞു കൊടുത്തു മാത്രം നമ്മുടെ യൂട്യൂബ് ഫാമിലിക്ക്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കണത് തന്നെയാട്ടാ. പിന്നെ മുതിര കൂട്ടാനാണ് വേറെ, നല്ല ചാറോടെ വെച്ചിട്ടുണ്ട്. ഉച്ചത്തെ കറി മുതലക്കൂട്ടാൻ, ചാററി മുതല ഉപ്പേരിയായിട്ട്. ഉപ്പേരിയല്ല, തോരനായിട്ടല്ല. രണ്ടും നല്ല ടേസ്റ്റ്. ഇപ്പൊ അതിന്റെ പേരല്ലേ? അപ്പോൾ ആരും വീഡിയോ കാണില്ലാന്ന് തോന്നുന്നു. വളരെ കുറവാണ് ആൾക്കാർ കാണുന്നത്. എന്താ നമ്മളോട് താല്പര്യമില്ലായിരിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്താ ഇടണ്ട വെച്ചെങ്കിൽ ഇപ്പൊ വ്ളോഗ്സ് ആയിട്ടാ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ വലുത് ഇടണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ആരും കമന്റ് ഇടുന്നില്ല. എന്തായാലും നിങ്ങൾ എന്തായാലും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.